NP പാർട്ട്ണർ. അങ്ങനെ ഞാനീ പുഷ്പ സംസു മൂന്നാള് പോയിക്കൊണ്ടുണ്ട്. വീട് കാട്ടണ്ടേ? വീട് കാട്ട് ഇതിനെ കാട്ടാണ്. ഭയങ്കര ചൂടായക്കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ ജസ്റ്റ് റെസ്റ്റ് എടുക്കുക. ഓനിത് വണ്ടിയിൽ ഏസിട്ട് കൊടുത്തത് റെസ്റ്റ് റൂം പോലെ ആയിന്. അപ്പോ മജ എന്ത് ചെല്ലെങ്കിൽ എന്ത് ഷാവ് എന്തില്ല ഒരു മജമില്ല. ടോട്ടലായിട്ട് ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ഫോറം മാൾക്കല്ലെങ്കിൽ പിസ്സ മാൾക്ക് രണ്ടും ഒന്നേ. അതന്നെ. അപ്പോ സിറ്റി സെന്ററിലെല്ലാം ഫോറം മാൾക്ക്. അപ്പോ വാടക പോകാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ പോയിട്ടാകുമ്പോ അവിടെ എത്താനാകുമ്പോ വാടക മൂടായി അതിലേക്ക് കയറ്റി വരുന്നേ. നിന്നും കാട്ടറ പുഷ്പ കാണട്ട. അപ്പൊ നിന്നെ കുറെ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്നാലെ ഉപ്പള പോയിട്ടാകുമ്പോ എത്ര ആൾക്കാർ പുഷ്പമുണ്ട് നേരായിട്ടൊക്കെ. അപ്പോ അങ്ങനെയുള്ള സംഗതി ഗൈസ്. അപ്പോ നമ്മ പെരുന്നാക്ക് ഡ്രസ്സ് എന്താ എടുത്തിട്ടില്ല, എടുക്കണം അത്ര. ലേറ്റ് ഷോപ്പിംഗ് പുതിയ ഐറ്റം എല്ലാം ഇറക്കിയിട്ടില്ലല്ലോ. അപ്പൊ ഇറക്കാനാകുമ്പോ ഡ്രസ് എടുക്കുമ്പോക്ക് പുതിയ മൊബൈൽ വാങ്ങുമ്പോക്ക് ഗാഡിയെല്ലാം എടുക്കുമ്പോ അർജന്റ് ആക്കാൻ കാലല്ല. എന്തായാലും പുതിയ മോഡൽ വന്നോണ്ടിരിക്കുന്നില്ല. പിന്നെ നമ്മ ഇങ്ങനെ മീത്തൊക്കെ നോക്കിയത് കാര്യമില്ല. അത് പോയ തന്നെ പോയിട്ടാക്കണോ. അപ്പൊ പുതിയത് കിട്ടിയോണ്ടിരിക്കുന്നു അറിഞ്ഞാ. അങ്ങനെ എന്തോ ആക്കണ്ട. നമ്മ ദേർലട്ടെത്തി ആൾക്കാർക്ക് ദേർലട്ടെ കാണണ്ടേ. അപ്പൊ ബാക്ക് സൈഡ് അപ്പൊ ദേർലഘട്ടക്ക് എത്തി. ദേർലഘട്ടമാണ് പോയിക്കൊണ്ടുള്ളത്. ദേർലട്ടിൽ ഒരു പോകുന്ന ഒരു മജന്റെ പേര് നടുത്തൊന്ന് ആയിക്കോണുണ്ട്. നല്ല മജ. അവിടുത്തെ മറ്റേ നാട്ടുകളിൽ ഇത് പേരല്ലേ സാറിനല്ലേ സെറ്റപ്പ് ആണല്ലേ. അതിനൊന്നും വെക്കുന്നതിന് മാത്രമേ ആരും സ്പോൺസർ ആയിക്കോണം ബാങ്കിന്റെ അവിടെ. ഇല്ലെങ്കിൽ അങ്ങോട്ടെ അങ്ങനെ എന്തായിരുന്നോ സംഭവം. ഞാനൊരു കോമഡി നോക്കിയത് എന്തായില്ലെങ്കില് ഒരു ചങ്ങായിക്ക് ഓൾറെഡി എക്സാമിന് ലേറ്റില്ല. എന്നിട്ട് എക്സാമിന് പാഞ്ഞോണ്ടേ പോയിട്ട് എത്തി. അങ്ങനെ വടക്ക് എക്സാം മാത്സ് എക്സാം എത്തിട്ടാകുമ്പോക്കും അവൻ ഈ മാത്സ് എക്സാമിന് അവൻ കൊണ്ടുപോയി എന്താ പറയുക കാൽക്കുലേറ്റർ റിസൾട്ട് ടിവിന്റെ റിമോട്ട് കൊണ്ടേ. അങ്ങനത്തെ എല്ലാം അവരൊരു കോമഡി ആയി. ചിരിച്ച് പഠിച്ചാവും. മുപ്പാട്ട് എന്തോന്ന് വായിച്ചറാ അതിന് കിട്ടുന്നുമില്ല. ഈ കിട്ടാതെ തന്നെയല്ലേ ടൈപ്പാക്കി വെക്കണമെന്നിരിക്കുന്നേ. അത് മറക്കുന്നു. ടോട്ടലി മറവി ചെന്നൊരു സംഭവം വേണോ ഇല്ല. അതിനെങ്കിൽ എന്താട്ടി ആരെങ്കിലും മരിച്ചെങ്കിൽ അതിന്റെ ബേജാർ തീരുമില്ല. അതിന് തിരിച്ച് ഞമ്മ മരിക്കട്ടെ അല്ലേ. പെട്രോൾ ഇത് ബ്ലിങ്ക് ആയ കളിയ. ഇത് 400 കിലോമീറ്റർ പോകുന്ന വണ്ടി. നിന്റെ ലോക്കൽ എന്തല്ല എന്തിനാ സംശയം. ഇത് ബ്ലിങ്കിൽ തന്നെ പോകുന്നത്. ഇത് ഫുള്ളായ വണ്ടി പോകുന്നില്ല. ഇത് അതാ നോക്കിയാ ടൂണു. ഹലോ എന്ത് ടൂണല്ല. ഞാൻ മാംഗ്ലൂർ പോയുള്ള. അപ്പോ അവൻ ഫോണിലുള്ളത് കൊണ്ട് കട്ടാക്കുന്നു. പുഷ്പ എത്ര പെട്രോൾ ഇടുന്ന? പെട്രോൾ എത്ര മാംഗ്ലൂർ കളി 5000 രൂപ. പിന്നെ എത്ര 500 മതിയല്ലേ? ചെല്ലുമ്പോ ചിലര എന്താ ഉണ്ടോ അവർ നോക്കുന്നു. ഇപ്പൊ എത്ര ഇടുന്ന എന്തല്ല സംശയം. താങ്ക് യു ഫുള്ള കൊണ്ടുവാ. ഒരു മിനിറ്റ് എത്ര ഉണ്ടോ നോക്കോന്ന്. ഞമ്മളെ പൈസ ഉള്ള എത്രല്ലേ ഇടുന്ന അത്ര 1500 7000 ക്യാബത്തേക്ക് എത്തുന്നേ മതി കട്ടാക്കാൻ. ഗൈസ് അങ്ങനെ ഞങ്ങൾ തൊക്കോട്ടെത്തി. തൊക്കോട്ടെത്തിട്ടാകുമ്പോ കൂടെ എന്ത് റഷ് പോയി അവിടെ ഷോപ്പിൽ സാഗറിൽ പേരും വന്നിട്ടില്ല. നീ ഇല്ല ഇപ്പൊ ഞാൻ തെണ്ടണ്ട് പേർക്ക്. അപ്പൊ സാഗറിൽ ഫുള്ള് എന്ത് തിരക്കറുവാ. ഒട്രാസി തിരക്ക്. ഇത് എന്ത് കിട്ടുന്നില്ല ബായിൽ മുണ്ടാനി. അതല്ല സാഗറിലേക്ക് ഇത്ര ആൾക്ക് പോയാരല്ലേ അവർക്ക് നമ്മളെ വിസ അറിയാലോ. നമ്മളെ അത്തറുണ്ടോ അവർക്കറിയോ? അതൊക്കെ അല്ലേ ചിലവേ. ഈ സംഭവം എന്താറോ നമ്മളെ പുതിയ അത്തര തുടങ്ങിയത് കുറെ ആൾക്ക് അറിയാലെന്നും അറിയാലോ എനക്ക്. പക്ഷെ അറിഞ്ഞവർക്കെല്ലാം രണ്ടത്തര അറിവല്ലേ. 2 റൂൾ കുതിസിന്റെ ഫ്രഷും അൽവാസിയും. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഓർഡർ ആക്കാം. ഇല്ലെങ്കിൽ ഷോപ്പിലേക്ക് വേണമെങ്കിൽ എൻ്റെ ഷോപ്പ് കേതുമ്പാടി മഞ്ഞനാടിൽ നിന്ന് വരുന്നെങ്കിൽ ഒരു 3 കിലോമീറ്റർ, മഞ്ചേശ്വരത്ത് നിന്ന് വരുന്നെങ്കിൽ ഒരു 6 കിലോമീറ്റർ. ഓൺലൈനിൽ എടുക്കുന്നെങ്കിൽ
നിങ്ങൾക്ക് ഞാൻ നമ്പർ തരാം 6238393285. ഈ നമ്പറിൽ ഒരു വാട്സപ്പിൽ ഒരു ഹായ് ഇട്ട് നിങ്ങളെ പുരക്ക് ഒരു 3 ഡേയ്സിനുള്ളിൽ സാധനം എത്തും. നല്ല മണമുള്ള അത്തറ്. ഫ്രീ ഡെലിവറി. ഫ്രീ ഡെലിവറി ചാർജ് എന്തില്ല. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല മാത്രം. അപ്പോൾ അങ്ങനെയുള്ള സംഗതി. അപ്പോൾ നമ്മൾ ബ്ലോഗ് കണ്ടിന്യൂ ആക്കാം. അല്ല ഈ വാൻ്റെ ഇത്ര സ്പീഡ് വന്ന് ഇവിടെ നിൽപ്പിക്കാൻ കേൾക്കണ്ട. അവിടുന്ന് വന്ന ബെർത്തന്ത് ഇവിടെ വന്ന് തിപ്പിച്ചതുള്ളൂ. നേര ഇല്ല അതാ കോള് വന്നത് കൊണ്ട് വീണ്ടും ചങ്ങായിമാരെ നിന്നും കാണിക്കണം പുഷ്പ. ഇതെന്ത് ഇത് സംസുനായിട്ട് ഇടക്കിടണോ നോക്കി എന്റെ ടൂണ് വരുമ്പോ എന്തറിയോ ഞനക്ക് ഒരു ഡൗട്ട് ഉണ്ടായി. എന്ത് ഈ KSRTC കേരളത്തെ മലബാർ ഇല്ലേ, മലബാർ ബസ് കർണാടകത്തും അങ്ങനെയാണല്ലേ? അത് ഡൗൺ വണ്ടി. ഓക്കെ. കേരള മലബാർ മാത്രല്ലേ? കേരള മലബാർ വണ്ടി ഒരു സൈഡ് ഒരു ബെൻഡായിട്ട് എപ്പോഴും നോക്കി ഒരു തല ഒരു ബെൻഡായ പോലെ ഇങ്ങനെ ക്രോസ് ആയിട്ടല്ലേ പോകുന്ന വണ്ടി. നോക്കിനാ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിനാ? സ്ട്രൈറ്റ് പോകുന്നേ ഇല്ല, അതൊരു ബെൻഡായിട്ട് തന്നെ പോകുന്നത് എപ്പോഴും. പുഷ്പന്റെ കേട്ട് എന്താ പുഷ്പ അതിന്റെ ക്ലിയർ ആയിട്ട് എനിക്ക് ഒരു ക്ലാരിഫൈ തോന്നുന്നു. എന്താ പുഷ്പ സംഭവം? അത് ചെല്ലെങ്കിൽ വണ്ടി ഹൈറ്റിലുള്ളേ ഹൈറ്റ് ചെല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാർക്ക് കയറുമ്പോ സ്റ്റപ്പ് കിട്ടണ്ടേ, അതിലൊക്കെ വേണ്ടി ഒരു സൈഡിന് സെറ്റ് മൈനസ് ആക്കിട്ട് ഇട്ടിരുന്നു. അതിലൊക്കെ ആ ബസ് ഇങ്ങനെ കാണും. ഒരു സൈഡ് സെറ്റ് ചെയ്യില്ലെങ്കിൽ പ്ലേറ്റ് അതിന് സെറ്റ് പ്ലേറ്റ് ഇപ്പൊ സൈഡ് പ്ലേറ്റിന് ഒന്ന് ഡൗൺ ആക്കി വെച്ചില്ലേ, ഒന്ന് എടുത്തിനെ ഇട്ടിട്ടില്ല. എടുത്തിനോ ഈ ചെറിയ ചെറിയ കുണ്ടി മാറിയിരിക്കുന്നവരല്ലേ, അവർക്കെല്ലാം എക്കുന്നില്ല. അത് നേരിട്ടല്ല പോകുന്നത്. ഷോർട്ടുള്ളവർക്ക് കുറച്ച് മങ്ങാന്ന് അങ്ങനെ. നീ ചെന്ന കേറുന്നതാ അല്ല ഉള്ളിൽ നിന്നിട്ട് പിടിക്കുന്ന? കേറുന്നു സ്റ്റെപ്പ് അല്ലേ കേറുന്നത്? വണ്ടി ഹൈറ്റത്. അപ്പൊ സംഭവം ക്ലിയർ ആയല്ലേ നിനക്ക്? ഇതെന്ത് ഇങ്ങനല്ലേ വരുന്നത്? ഒരു ഡയലോഗ് അടി ഞാൻ അവിടെ പോയിട്ടുണ്ട്. അവിടെ വേറെ ഡിവൈഡർ വെച്ചിട്ട് വരും. അങ്ങനെല്ലാം സംഭവിക്കും. അതിൽ വില വിഷാക്കയില്ല. പിന്നെ നമ്മ എന്താ ശരിയത്ത് കാര്യമില്ല. നമ്മളും ഡ്രൈവർ അല്ലേ, നാളെ നമുക്ക് അങ്ങനെ പോകേണ്ടി വരുന്നു. അങ്ങനെ കൊണ്ട് ചിലപ്പോ ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെങ്കിൽ നാളെ നിങ്ങൾ വന്ന് എന്നെ പറയുക ഞാൻ കുറപ്പുണ്ട്. ഞാനെന്ത് ചെറുതില്ല. കറക്റ്റ് തന്നെ. ഓക്കെ. അപ്പൊ സംസുന്റെ ഒരു വിലപ്പെട്ട അഭിപ്രായം ഭാഷ കേട്ടോണ്ട് എമ്മെട്ടിനെ കാണുന്നത് കൊല്ലത്തിലായിരാ. അതിനെ കാട്ടണ്ട നീ മാത്രം ബ്ലോഗിൽ ഇനിയാ ഇല്ല. അപ്പൊ ഞങ്ങൾ ഉള്ളത് അവിടെ ഒന്നുണ്ടോ? ഇപ്പൊ കങ്കനാടി സിഗ്നൽ ഓപ്പൺ ആയിട്ടുണ്ട്. കങ്കനാടിന്റെ പറഞ്ഞ മൊബൈൽ ഇങ്ങനെ കൊണ്ടുപോവാ. അല്ല ഈ സിഗ്നൽ ഞമ്മക്ക് എന്താ ബ്ലോക്ക് ആവാ അല്ല ഞമ്മ പാസ് ആവും. സിഗ്നൽ ആൾക്കി ഞാൻ ചെന്ന ബാക്കി ഞമ്മ ബാക്കി ബാക്കി ആയിട്ടായി കണ്ട എന്ത് കൊട്ട ബായ് ബാബ. പിന്നെ അത് അവിടെ കാണുന്നു പറയുന്നില്ല. ഞാൻ 3 ആളുള്ളത് ചനി പിടിച്ചത്. ഫൈനലി നമ്മ കങ്കനാടി എത്തിയിരിക്കുകയാണ്. കൂടെ ഒരു തീരുമാനമായി സിഗ്നലിനോട് നിന്നിട്ട് നമുക്ക്. അപ്പോൾ ഫോറം മാളിലേക്ക് പോയിട്ട് കുറച്ച് പർച്ചേസ് എല്ലാം ഉണ്ട്. അങ്ങനെ ആയിട്ട് പർച്ചേസ് എല്ലാം അവിടെ ഒരു ചെറിയ വീഡിയോ ആക്കാന്നല്ലേ. ഒരു ചൂട് ഒരു പെർഫെക്റ്റ് ഒരു AC വേണം. എന്തും AC ഇല്ലാതെ നടക്കാം. പരളി പൂവാലി പരളി ഇന്നലെ നേരത്ത് പരളി വെള്ളത്തിലോടണല്ല. സംസാരം കൊണ്ട് ഫോട്ടോ എടുക്കുന്ന പാട്ട് നോക്കില്ല കടന്നിട്ട് എന്താക്കുന്നു കാര്യമില്ല. ഞമ്മ പോകുമ്പൊക്കെ ഇങ്ങനെ പോണു ആറാംസെ എൻജോയ് ആക്കണം. ജീവിതം ഒരു തോണി പോലെ ഇപ്പൊ പോകുന്നു ഒട്രാസി തണ്ണില് പോയ പോലെ പോയോണ്ടുണ്ട്. ചെലുത്ത് കാര്യമില്ല. സിഗ്നൽ വിട്ടേ അതിനെ പാട്ടാക്കാനല്ലേ അതിനെ റീമിക്സ് ആക്കിയെടുക്കാ പുഷ്പ. Yo, let's go. Start 1, 2, 3. Signal bitte. Yo. Signal bitte. Yo. Signal. Pampalalla. Or Kankanade signal. Yo, bitte. ഇപ്പൊ കുറച്ച് ഫാസ്റ്റ് അടിക്കില്ല. ആ സിഗ്നൽ വേണം. ണ്ടാ കാണാ ഇത് ഏതല്ലേ കണ്ടത്? അത് കണ്ട ബാക്കി കേട്ട് നോക്കി എങ്ങനുണ്ട്? ഇത് ഓൾറെഡി കുത്തി
ഡിക്കി നോക്കണുണ്ടോ? ഡിക്കി നോക്കണു, ഡിക്കി ഫുള്ള് സാധനം ഉണ്ട്. അത്തറുണ്ട് റോൾ കോച്ചസിന്റെ. ನಮಸ್ತೆ, ಡಿಕ್ಕಿಯಲ್ಲಿ ಫುಲ್ ಉಂಟು. 20 ओके. तुम्हारे पास कितना नहीं है ना? तुम्हारे पास कई कंजी है? हमारे बित्तल में आके बच्चा बच्चा हम भी डालते हैं. 20 रुपये बता रहे हम सब चेंज 500 नोट है. मालूम है? कुछ नहीं. खाना हो गया? ओके 20 है ना? ओके थैंक यू. हो गया, पीछे बंद कर दिया. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളത് ഇവിടെ നമ്മളെ യാത്ര ഇനി മോളുടെ ഉള്ളൊക്കെ എത്തട്ട്. ഞാൻ പുഷ്പ സംസുനി ഇന്ന് കോളോടെ കോള് എന്തെന്ന് അറിയില്ല. ഫുള്ള് ഒരു പണിയില്ല. എന്ത് എങ്ങനെ ചെന്നല്ല, ഒരു പണിയില്ല. ഒരു മിനിറ്റ് പുറത്തില്ല. അതുപോലെ തന്നെ സംസുനി ഫുൾ ബിസി. അപ്പോ ഒരു കോളിൽ ഒറ്റ ഒരു യൂസ് ഇല്ല. ബാഡിക വരുന്നതോ അവന് ബാഡിക വരുന്നതോ. ഇതാ ചങ്ങന്മാർ ഇവിടെ എക്സിബിഷൻ എത്തി. ഞങ്ങൾക്കവിടെ റിയൽ പോലെ എന്നെ കണ്ടു ദൂരത്ത്. നിനക്കെങ്ങനെ കണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് അടുത്തേക്ക് എത്തിയിട്ടാകുമ്പോഴാണ് അറിയുന്നത് ഇതൊരു ഫോട്ടോ വന്നു. സെറ്റപ്പ്. ഫൈനലി നമ്മ ഫോറം മോളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിക്കൊണ്ടുണ്ട്. ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണെന്ന് നമുക്ക് അറിയാലോ. ഇനി പോയിട്ട് ഇപ്പോൾ അറിയും നമ്മളെ ഉപദ്രവവും നമ്മൾ എന്തെല്ലാം ആക്കുന്ന നിലത്ത്. ഇപ്പോൾ നോക്കാൻ തുടങ്ങി അപ്പുറം ചങ്ങായി ഇവിടെ ഇന്ന് ഫോറം മാൾക്ക് വന്ന് സ്പെയറിൻ്റെ ഉള്ളൊക്കെ എൻ്റർ ആവും അതുപോലെ. പുഷ്പ വളരാ ഉള്ളല്ലേ, അത് നമ്പനാന്നില്ല എനിക്ക്. അപ്പുറം കണ്ണെല്ലാം പോയിക്കൊണ്ടുണ്ട് പുഷ്പൻ്റെ. അതുകൊണ്ട് നമ്മൂടെ എൻ്ററാണ്. ആരല്ലോ മുണ്ടൊന്ന് കിട്ടീന അവിടെ. എന്താ ഫൈനലി നമ്മ ജുഡിയലി എങ്ങനെ സാധനം എടുത്തിട്ട് ഗോണി നിറച്ചിട്ടാകുമ്പോൾ എന്ത് അറിയോ, ലൈൻ നിൽക്കണം. ലൈൻ ക്യൂ. ഞാൻ ഈ ചെല്ലി ഒരു കട ഉണ്ടാക്കിയിട്ട് കടയില്ല. സംസു ദൂരെ സംസു പറയപ്പുറം സംസുൻ്റെ ചെല്ലി ഞാൻ ലൈൻ നിൽക്കുന്നില്ല. ലൈൻ എന്നാ ഞമ്മനെ വന്നോ സംസു എന്നെ കൂടി കേൾക്കുന്നു. ಜಾಗಿಲ್ಲ ಫುಲ್ಲು ಎಂತರುವ ಮಜಾ. ಅವರೇ ಇಪ್ಪ ಚರ್ಚೆ ಆയിക്കൊണ്ടുള്ള കടത്തിൻ്റെ വിഷയം. കടം തരുന്നില്ല, ഞാൻ കടമൊക്കെ തരുന്ന തരുന്നേ ഇല്ല. ഗൈസ് ഫൈനലി നമ്മ ജുഡിയലി സാധനമെല്ലാം എടുത്ത് അങ്ങനെ സംസിനെ ഏൽപ്പിച്ചിന്. ഗോണിന്ന് അപ്പോൾ എങ്ങനെയെങ്കിലും കവറിലേക്ക് മാറ്റിയിട്ട് സംസിലേക്ക് എത്തിച്ച്. സംസിൻ്റെ കയ്യിൽ ഓ സെറ്റ്. അപ്പോൾ സംസ ഇല്ലല്ല ഭയങ്കര പിടിക്കുന്നത്. കവർ കൊടുത്തങ്ങ് അപ്പോൾ മേങ്ങും. ടോട്ടായിട്ടില്ലേ ഇവിടെ കാണുമ്പോൾ സഹിക്കുന്നില്ല. അത്ര തന്നെ ടോട്ടലായിട്ട് മജ എന്തോ. ഞാൻ പുഷ്പമുള്ളറാ ഉള്ളല്ലേ ഗൈസ്. അപ്പോൾ ഞമ്മയില്ലേ വന്ന് ഫോറമാൾ കഴിഞ്ഞിട്ട് കാല് ചുറ്റി വേറെ എന്തായിട്ടില്ല. ചുറ്റി തന്നെ ഫുള്ളു ചുറ്റിട്ട് ടോട്ടലി മജയായിരുന്നു. നമുക്ക് പോകാനുള്ള പ്ലാൻ മാർക്കറ്റ് റോഡിലാണ് നമ്മളുള്ളത്. മാർക്കറ്റിലൂടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അവിടെ ഉണ്ട്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ അവിടെ എന്തെങ്കിലും ചങ്ങ ഇവിടെ ഗിയറിടുന്നുണ്ട്. കാളപ്പുറം അവിടെ ഗിയർ കിട്ടുന്നില്ല. കാളിനെ അട്ടം വെച്ചിന്. ഇതെന്താക്കണ്ടേ ചിരിക്ക കണ്ടില്ല. അപ്പൊ ഗൈസ് അങ്ങനത്തെ ഒരു മജ എന്തോ ടോട്ടൽ ഇന്ന് മജ. ഇനി പോറമ്മാളുടെ ഉള്ളിൽ പോയിട്ട് ഫസ്റ്റ് ചെല്ലത് ഓർമ്മ വന്നു. ചിരിക്ക വരുന്നോ അതൊക്കെയല്ലേ. പോറമ്മാള് പോയിട്ട് വന്ന് നല്ല മജ ഉണ്ട്. മജ എന്തെങ്കിലും ഓഫറെല്ലാം തീർത്തിനാറില്ല. എന്നീ തീർത്തിനാലും പെരുന്നാൾക്ക് എന്നാ ഞങ്ങൾ എടുക്കാതിരിക്കാനായിട്ടാണ് ഓർക്കും. അതുകൊണ്ട് ഓഫറിനെല്ലാം നിപ്പിച്ചിട്ട് വെച്ചിന്. ഈ റമദാൻ മാസത്തിൽ ഓഫറില്ല. മറ്റേ
വുഡ്ലാൻഡിൽ സെലക്റ്റഡ് പീസക്കെല്ലാം നല്ല ഷൂസുക്ക് ചെരുപ്പക്കെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട ചെരുപ്പക്ക് ഓഫർ ഇല്ല. ഞാൻ ഉണ്ടാഞ്ഞല്ലേ 25%, അത് മിസ്സായി. എന്താക്കുന്നത്, ബേജാറായി. പിന്നെ ഇനിയിപ്പോൾ ഷൂക്കെല്ലാം ഓഫർ എന്തില്ല, ഡ്രസ്സുക്കും ഓഫർ ഇല്ല. ടോട്ടലി സുഡിയല് മാസമില്ല, സുഡിയല് റേറ്റ് കുറച്ചോ ഓഫർ ഇല്ല. അങ്ങനെയുള്ള പോയിട്ട് പർച്ചേസ് എല്ലാം ആക്കിയിട്ട് വന്ന് ടോട്ടല് മജയായി. ഇത് എന്നെ മാത്രം പിടിച്ചിന്തരാ പർച്ചേസിന് സാധനം നോക്കി എത്ര ഉണ്ട് സെറ്റല്ലേ. അപ്പോ ഗൈസ്, അപ്പോ ഞാൻ വ്ളോഗ് ഞാൻ നിർത്തട്ടാ നോക്ക്. നിപ്പി കാണാൻ വേണ്ടല്ലേ? ചങ്ങായ പോയി, ചങ്ങായ അണ്ട് പോലത്തത് കട്ടാക്കാന്. നമുക്കൊരു സന്തോഷ വാർത്ത എന്ത് ചെല്ലെങ്കിൽ എന്തറിയോ, നമ്മ നിരിച്ചിട്ടുണ്ടായി ഇപ്പൊ പുഷ്പ അവിടെ എന്തെല്ലാം തിന്നു മോളിലേക്ക് പോയിട്ടാകുമ്പോ നമുക്ക് എന്തില്ല. നമ്മ ഇങ്ങനെ താഴ്ചനാക്കേണ്ട പേരും സംശയം. ഞാൻ ബേജാറിലേക്കുമാണ് പുഷ്പ ചെന്ന പുഷ്പക്ക് അവർക്കൊരു ഇതുണ്ട് കണ്ടീഷൻ എന്തെങ്കിലും. അതിന് ഉപ്പും ഞാൻ കഴിഞ്ഞല്ലേ, അങ്ങനെ കൊണ്ട് അവർക്ക് 10 11 പെരലെന്നെ തിന്നണം. പുറത്തോടെ തിന്നോനില്ല, തറക്കാർ തന്നെ ആവണം. അപ്പൊ പുറത്തവിടെ എല്ലാം കാണ്ടിട്ടാകുമ്പോക്ക് ഞങ്ങൾ തിരിച്ചു വന്ന് തിന്നു. അവിടെ തിന്നിട്ടില്ല, സമാധാനം. നമുക്കും സമാധാനം. ഇപ്പൊ അങ്ങനെ ഞങ്ങൾ തിന്നാതെ തിന്നണ്ട എന്നല്ല, ഞങ്ങൾ തിന്നാതെ പുഷ്പ അങ്ങനെ തിന്നണ്ട. എന്തോ ഒരു രാത്രി ഞങ്ങൾക്ക് ഭാരി കൊസി പയച്ചിട്ട് മീടെല്ലാം കരിഞ്ഞീനി. എനിക്ക് നോമ്പ് പിടിച്ചിറാഞ്ഞു. ഞങ്ങൾക്കറിയില്ല സമയം എന്തെങ്കിലും ഓന് തിന്നാൻ കാലമായിട്ട് ഞമ്മക്കറിയില്ല. നമ്മ വിചാരിച്ചു ഓൻ തിന്നതായിട്ടുണ്ടോ, പക്ഷെ ഓന് കണ്ടീഷൻ ഉണ്ട് 11 ആക്കാൾ തിന്നാൻ കാലമായിട്ട്. പരില് തിന്ന പുറത്തോടെ തിന്നാൻ കാല വെജ് തന്നെ ആവണം. അങ്ങനെ ആയിട്ടാകുമ്പോ ഞമ്മക്കൊരു മനസ്സൊക്കെ ഒരു റാത്തുണ്ടല്ലേ, അതിന്റെ ചെലുത്തെന്താ അറിയിക്കണ കാല റാത്തായി സമാധാനം. ടോട്ടലായിട്ട് 5:45 ആയിക്കൊണ്ട് വന്നേ. ഞമ്മ ഇപ്പൊ പോയിക്കൊണ്ടുള്ളത് മിയപ്പദാവിലേക്ക്. മിയപ്പദാവിന്റെ ഒരു ഷോപ്പിലേക്കാണ്. മിയപ്പദാവിൽ ഒരു ഷോപ്പിൽ എന്ത് ചെയ്യാൻ, ഷോപ്പിന്റെ പേരെന്ത് ഇപ്പൊ പോയിട്ട് നോക്കണം. അവിടെ ഒക്കെ അത്തറ് വേണം. അപ്പൊ അത്തറ് കൊടുത്തിട്ട് വരാനാണ് പോകുന്നത്. അപ്പൊ ഗൈസ് ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ വീഡിയോ ഉണ്ടാക്കും. അപ്പൊ എന്നൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോസിൽ ബേജാറായിട്ടുണ്ടെങ്കിൽ എന്താക്കുന്നു, ബേജാറായിട്ട് എന്താക്കില്ല നോക്കിയില്ലേ. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ ബൈ. ചിലപ്പോൾ ബൈ ബൈ, ചിലപ്പോൾ കണ്ടിന്യൂ ആക്കി ബ്ലോഗ്. ഞാൻ മജ കിട്ടി എന്തെങ്കിലും കോമഡി പോലത്തെ കണ്ടന്റ് കിട്ടിയെങ്കിൽ, നിങ്ങൾ എന്റർടൈൻമെന്റ് ആക്കുന്ന അങ്ങനത്തെ കണ്ടന്റ് കിട്ടിയെങ്കിൽ കോമഡി ആക്കി ഇടാം. ഓക്കെ, സെറ്റല്ലേ? അപ്പൊ ചങ്ങായിമാരെ, ഞമ്മ ഇപ്പൊ മിയപ്പദാവ് ജംഗ്ഷനിലേക്കാണ് എത്തിയത്. മിയപ്പദാവ് ജംഗ്ഷൻ എന്ന് ചിഗുർപാതേക്കാണ് പോകേണ്ടത്. ഗ്രൗണ്ട് ആണ് ഇത്. ചിഗുർപാത കുറെ ആള് ചെല്ലിക്കൊണേ ചിഗുർപാതക്ക് പേര് മിയപ്പദാവ് പേര്. അപ്പൊ ഇതാണ് മിയപ്പദാവ്. ഇവിടെ കുറെ കൊല്ലം ഞാൻ ഉണ്ണാഞ്ഞു മാത്രം. ഗുർത്തുണ്ടാന്ന് അറിയില്ല, ഗുർത്തുള്ളവരുണ്ടാന്നും അറിയില്ല. എന്നെങ്കിലും ഞമ്മ ബ്ലോഗ് ആയിക്കൊണ്ട് പോയി. അവർ പിന്നെ ബ്ലോഗിന് നിങ്ങൾ കാണുമല്ലോ മിയപ്പദാവ്. എന്താണെന്ന് പുഷ്പ പിന്നെ അവർക്ക് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായി. അതെ. അപ്പൊ ഈ മിയപ്പദാവിന്റെ എല്ലാ ചങ്ങായന്മാർക്കും നമ്മളെ സപ്പോർട്ടാക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. മിയപ്പദാവിൽ കുറേ ഫാൻസ് എല്ലാം ഉണ്ട്. അത് നമ്മളെ പുതുവാഴ്ച ഉണ്ടാകും കട്ടാക്കര നാട്ടിലത്തെ ചങ്ങായന്മാർക്ക് എന്തെല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് അൽ ഹിദായ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു നോമ്പ് തുറ. അപ്പോൾ ഇവിടേക്ക് എത്തി ഞമ്മ. അത് അതിൻ്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ കാണിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് ക്ലോസ് ആക്കാം. ഓക്കെ, സെറ്റല്ലേ? നമ്മളെ നാട്ടിലത്തെ ഒരു അഭിമാനം എന്തായാലും നമ്മളെ നാട്ടിലത്തെ ചങ്ങായിമാരെല്ലാം എന്താ പറയുക, നല്ല പ്രവർത്തനം അറിയോ. നോമ്പ് തുറക്കാനുള്ള എല്ലാ സെറ്റപ്പ് ഓറന്നെ ആക്കുന്നത്. ഇന്ന് ഓരോ ഗ്രൂപ്പുണ്ട് അൽ ഹിദായ ചിലപ്പോൾ, അതിൻ്റെ ಬಗ್ಗೆ ഓരോ ಬಗ್ಗೆ ഒരു നോമ്പ് തുറപ്പിക്കണം. നല്ല ഐറ്റം എല്ലാം കുറേ ആക്കിന് മാഷാല്ല. ഇവരെല്ലാം കണ്ടിട്ടുണ്ടോ എപ്പോഴത്തെ ഞാൻ ഈ സ്റ്റോറി ഇടുമ്പോൾ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഓരന്നെ ആക്കുന്നു ഇവിടെ. അപ്പോൾ നമ്മളെ പിള്ളേരെല്ലാം നോക്കിവിടും മാഷാല്ല. നല്ല പ്രവർത്തനം നമ്മളെ പിള്ളേർക്ക്. അപ്പോൾ സെറ്റപ്പ് ഇത് സവാദ് ബായ് ഓമാഞ്ചിൻ. അപ്പോൾ അങ്ങനെയാണ് സംഗതി. കണ്ടില്ലേ, നോമ്പ് തുറക്കാൻ ടൈം ആയിക്കൊണ്ട് വന്ന് ഒരു 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സെറ്റപ്പോ ഇൻഷാ അല്ലാഹ്. നല്ലൊരു
കൂടി